ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. അടുത്തത്, ഹേ ഗായ്സ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് സ്റ്റാർട്ടിങ്ങിലെ ഇൻട്രോ വീഡിയോ കാണുന്ന സമയത്ത് മേ ബി കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഈ കോണ്ടന്റ് ഏതാ എന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ കാരണം യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ യൂട്യൂബേഴ്സും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ തന്നെ എനിക്ക് ഏറ്റവും റീച്ച് കയറിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കയറിയിട്ടുള്ള, എനിക്ക് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരുന്നു ഓഫ് കോഴ്സ് അതിജീവിതയും ദിലീപും വേഴ്സസ് കേസ്, അല്ലെ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ്, പോസിറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് ഒപ്പീനിയനും ഉണ്ടായിരുന്നു. ഒരുവിധം യൂട്യൂബേഴ്സ് മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെ സൈഡിൽ നിന്നും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആയിരുന്നു ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ എനിക്കുണ്ടായിരുന്നത്. കാരണം എല്ലാവരും പൾസർ സുനിയുടെ മേൽ കുറ്റത്തിലോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോയപ്പം ഞാൻ പൾസർ സുനീൻ്റെ കൂട്ടത്തിൽ തന്നെ പൾസർ സുനി ഇങ്ങനത്തെ ഒരു കേസിലോട്ട് എത്താൻ കാരണക്കാരനായ വ്യക്തിയെയും ഞാനൊന്ന് ഫോക്കസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ആ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയങ്ങൾ അന്ന് അത്രത്തോളം ഡിസ്കഷൻ ആയിരുന്നെങ്കിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു പ്രോഗ്രസ്സോ അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത പല വീഡിയോകളുടെയും ഇടഭാഗത്തായിട്ട് ഞാൻ ഈ വിഷയത്തെ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് പോയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരികയും കുറച്ച് യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്യുകയും അതിൽ 1-2 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാനിരുന്ന് കാണുകയും ഒക്കെ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ സൈഡ് ഓഫ് പേഴ്സ്പെക്റ്റീവ് പറയണം തോന്നി. കാരണം പണ്ട് എന്തൊക്കെയാണോ യൂട്യൂബേഴ്സ് ചെയ്തത് അതുപോലെ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും ചെയ്യുന്നത്. കാരണം പറഞ്ഞ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ അയാൾ സംസാരിച്ച ഒരു വിഷയത്തെ അതെന്തിനിപ്പോൾ പറയണം, ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താണ് അപ്പോൾ പറയാത്തത് എന്ന രീതിയിലാണ് എല്ലാവരുടെയും ഒരു പ്രൈമറി ഫോക്കസ് പോയിട്ടുള്ളത്. ഇൻസ്റ്റഡ് ആ പറഞ്ഞ കഴമ്പിലോട്ടൊന്നും ആരും നോക്കിയിട്ടില്ല. എന്തായാലും എൻ്റെ സൈഡ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ സൈഡ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മളുടെ ഒരു മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. സോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, എക്സ്ക്യൂസ് മൈ ബാക്ക്ഗ്രൗണ്ട്. കാരണം കുറേ ഫങ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. സോ എനിക്ക് എൻ്റെ ഒരു ട്രൈപോഡ് വെച്ച് എൻ്റെ ഒരു സ്പേസിൽ ഇരുന്ന് കൊണ്ട് വീഡിയോ എടുക്കൽ ഇസ് നോട്ട് വെരി ഈസി. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്യൂസ് നിങ്ങൾ ചെയ്യണം എന്നൊരൊറ്റ റിക്വസ്റ്റ്. സോ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോകാം. ആര്, എന്ത്, എവിടുന്ന്, എങ്ങനെ, എപ്പോൾ എന്ന വിഷയത്തേക്കാൾ ഉപരി ഇതൊരു പെർട്ടിക്കുലർ വ്യക്തി കഴിഞ്ഞ 2 ദിവസമായിട്ട് ആളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ആൾ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ശ്രദ്ധിച്ചറിയാം. ഈ ദിലീപ് നടി അതിജീവിത ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസ് സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായി നിൽക്കുന്ന ആ ഒരു സമയത്ത്, എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ നടിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലചന്ദ്രൻ ആയിരുന്നു. കാരണം ഒരുപാട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, റെക്കോർഡിങ്ങുകൾ വരെ ബാലചന്ദ്രൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ സ്റ്റാർട്ടിങ് സമയങ്ങളിലൊക്കെ ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്ത സമയത്ത് ബാലചന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ കേസിന് പല ക്ലാരിറ്റികളും കിട്ടിയേനെ എന്നൊരു അഭിപ്രായം വരെ പറഞ്ഞ ഒരാളാണ്. കാരണം മാഡത്തിനെ പറ്റിയും, അല്ലെങ്കിൽ ആ കോൺവെർസേഷനെ പറ്റിയും, പൾസർ സുനി വന്നു പോയതിനെ പറ്റിയും, അതല്ലാണ്ട് എൻ്റെ കയ്യിൽ ഫോൺ റെക്കോർഡിംഗ് ഉണ്ട് എന്നീ തരത്തിലുള്ള എല്ലാ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ ബാലചന്ദ്രനാണ്. എന്നാൽ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ്, നമ്മളുടെ ഇന്നത്തെ ഒരു ലീഗൽ സിസ്റ്റം അങ്ങനെയാണല്ലോ, ആരെയും ചത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊലയ്ക്ക് കണ്ടിട്ടുള്ള വ്യക്തികൾ, ഐ മീൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആൾക്കാർ
എൻ്റെ അപ്പൂപ്പന്മാരാവുന്നത് വരെ അവർ 27-ാം വയസ്സിലാണ് വിറ്റ്നസ് ചെയ്തെങ്കിൽ അവരുടെ 57-ാം വയസ്സ് വരെ നമ്മളുടെ കേസ് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായി ചില അസുഖങ്ങൾ കാരണം ബാലചന്ദ്രൻ മരിക്കുകയും പിന്നെ ഈ കേസിൻ്റെ വിധി വരികയും വിധിൻ്റെ ഭാഗമായിട്ട് പൾസർ സുനിക്കൊക്കെ പണി കിട്ടുകയും 8ാം പ്രതിയായിട്ടുള്ള നമ്മുടെ നടൻ ദിലീപിനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അപ്പം അന്നേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പൾസർ സുനിക്കൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വിധി എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചു. കാരണം 11 കൊല്ലവും കുറച്ചെന്തോ നക്കാപ്പിച്ച പൈസയുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നടി ഇടുന്ന ഷൂവിൻ്റെ, നടി ഇടുന്ന ഡ്രസ്സിൻ്റെ, വാച്ചിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിജീവിതയ്ക്ക് ഈ പൈസ എന്താണ് എന്നുള്ളത്. കാരണം റീസെൻ്റ്ലി പോയിട്ടുള്ള പല പരിപാടിൻ്റെയും വീഡിയോസും അതും ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കോ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പൈസയും അതും ഇതുമാണ് വെച്ചിട്ടുള്ളത്. അതൊരിക്കലും ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിരുന്നു. പൈസ വേണ്ടടോ. ആ പൈസേൻ്റെയും കൂടെ കൂട്ടി ശിക്ഷ ഒന്ന് സ്ട്രോങ് ആക്കണം എന്നൊരു അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. കാരണം പൈസ കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കരുതുന്നതാണ്, പല ഇങ്ങനത്തെ കേസുകൾക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് പൈസ. അപ്പോൾ ഒരു പെണ്ണിൻ്റെ മാനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പൈസ കൊടുത്ത് ഒതുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ബേസിക്കലി ഈ പൈസേനെ കാണുന്നത്. അതിനി എത്ര കോടി കൊടുത്താലും ഇനി എത്ര കുറവ് കൊടുത്താലും ഞാൻ പല വിഷയങ്ങളും ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആളാണ്. അപ്പം അതൊക്കെയാണ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ എവിടേക്കോ നിൽക്കുന്നുണ്ട്. അതിൽ മാർട്ടിൻ ഇറങ്ങി വന്നിട്ടൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി. മാർട്ടിൻ്റെ വീഡിയോ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ അല്ലെങ്കിൽ ഒന്ന് നിന്നിട്ട് തല ഇങ്ങനെ ചലിച്ചുകൊണ്ട് നിൽക്കുന്നൊരു വീഡിയോ. അപ്പോൾ അതൊക്കെ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് എന്നാണ് തോന്നുന്നു. ഇപ്പോഴും എൻ്റെ വീഡിയോയിൽ താഴെ കമൻസ് കാര്യങ്ങൾ വരുന്ന ഞാൻ കാണലുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ എന്താണ് ഈ സൈഡിൽ കൂടെ പോയി. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്രൈമിലോട്ട് എന്തിന് പൾസർ സുനി എത്തി എന്നൊരു ചോദ്യം അന്നും ഇന്നും എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. പൾസർ സുനിയും ഈ നായികയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. പൾസർ സുനി ഈ നായികേനെ അപ്രോച്ച് ചെയ്യുന്നതും നായികേനെ ഹോൾഡ് ചെയ്യുന്നതും പിന്നെ അവിടെ നടന്ന സിറ്റുവേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ്. അപ്പം എന്തിനാണ് പൾസർ സുനി ഇങ്ങനെ ചെയ്തത്? ആരാണ് പൾസർ സുനിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? എത്ര പൈസ കിട്ടി? ഇപ്പോൾ പൾസർ സുനിയുടെ സേവർ ആരാ എന്നീ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത്, ഇതിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് പരിഹാരം കഴിക്കുന്ന വ്യക്തികൾക്കൊക്കെ മനസ്സിലാവും. എന്നാൽ കോടതിക്കാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാം തെളിവാണ്. അപ്പം തെളിവുകൾ ഉണ്ടാക്കാനും നശിപ്പിക്കാനും ഇങ്ങനത്തെ ഈ ക്രൈം ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ആ ചെയ്ത കാര്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കളയാനും സാധിക്കുമെന്ന് പറയുന്നത് ഭയങ്കര കഴിവാണ്. അപ്പം ഈ തെളിവുകളുടെ അടിസ്ഥാനക്കുറവ് കാരണം തന്നെ പല വ്യക്തികളും ഇന്ന് കേസിൽ ഒന്നുമല്ലാണ്ടായി മാറിയിട്ടുണ്ട്, ഞാൻ പറയാലോ. പക്ഷേ മനുഷ്യൻ്റെ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും അല്ലെങ്കിൽ ഇനി എന്താ പറയുക ദൈവത്തിൻ്റെ കോടതിയിലും അല്ലെങ്കിൽ ഒന്നും വേണ്ട, ആ വ്യക്തികളുടെ മനസാക്ഷിയുടെ കോടതിയിലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയും. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം പുതിയൊരു അലിഗേഷനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ 8ാം പ്രതി അല്ലെങ്കിൽ വിട്ടയച്ചിട്ടുള്ള നടൻ ദിലീപ് ബാലചന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിന്നു എന്നുള്ളത്. അസപ്ഷന് വലിയ തെറ്റൊന്നുമില്ല. കാരണം ബാലചന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കേസിന് ഇന്നിപ്പോൾ ഉണ്ടായിരുന്ന ഈ വിധിനെ പല രീതിയിൽ ട്വിസ്റ്റ് ഓൺ ചെയ്യാൻ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മൊഴിക്ക് സാധിക്കും. അപ്പോൾ ആ വ്യക്തി ഇല്ലാണ്ടാവുക എന്നുള്ളത് നടൻ്റെ പ്രയോറിറ്റി ആണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നടൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് ഈ പെർട്ടിക്കുലർ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടൻ പറയുന്ന കാര്യങ്ങളിലോട്ടൊന്ന് ഫോക്കസ് പോവാം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളോട് പറയാം. കാലിലുണ്ടായ ഒരു നീരായിരുന്നു ആദ്യമായി ബാലചന്ദ്രകുമാറിൽ കണ്ട ഒരു രോഗലക്ഷണം. തുടർന്നുണ്ടായ പരിശോധനകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ എത്തുന്നത്. അദ്ദേഹം എത്തുന്നത് സീനിയർ യൂറോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ശിവരാമകൃഷ്ണന്റെ മുന്നിലാണ്. അപ്പോൾ ഒരു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, മറ്റേ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിന്റെ അളവ് 6.2. ആ അവസ്ഥയിൽ ഡോക്ടർ ബാലചന്ദ്രകുമാറിനോട് ആദ്യം പറഞ്ഞ കാര്യം, 4-5 ദിവസം മരുന്നുകൾ കഴിച്ച് ഇൻഫെക്ഷൻ ഒന്ന് നിയന്ത്രിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം. ഈ പറഞ്ഞ ഡോക്ടർ വളരെ പെട്ടെന്ന് അഭിപ്രായം മാറ്റി പിറ്റേ ദിവസം തന്നെ കിഡ്നി റിമൂവ് ചെയ്യാനായിട്ടുള്ള സർജറിയിലേക്ക് കിടക്കുന്നു. സർജറിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അസഹനീയമായ വേദനയാണ് ബാലചന്ദ്രകുമാർ പരാതിപ്പെട്ടത്. അപ്പോൾ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ സാധാരണ ഇത്തരം രോഗികൾ എന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ തന്നെ ഒരു അസ്വാഭാവികത അപ്പൊ തന്നെ ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ഇവിടെ മെയിനായിട്ട് ഒരുവിധം വീഡിയോ ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ മനസ്സിൽ വന്നിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുന്ത്രാണ്ടം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഈ ചേട്ടൻ എന്തിനാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത്?
അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഘോര പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാണ്ട് ഇപ്പം എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നാണ് ചോദ്യം. ഞാൻ ഈ ഒരു കാര്യത്തെ ക്രോസ് ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് 8ാം പ്രതി ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചോ? ഇപ്പം നിങ്ങളെല്ലാവരും പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ വീഡിയോ ചെയ്തത് എന്നാണ്. പക്ഷെ ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ട് ദിലീപിനെ വിട്ടയച്ചു. പോയി ദിലീപ്. ഇനി ആ ദിലീപിന് ഇയാൾ വന്ന് പറഞ്ഞതുകൊണ്ട് കുറ്റക്കാരനാവുമോ? പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും കടന്ന് ഇത്രത്തോളം ടെൻഷൻ അടിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വീഡിയോ കണ്ട സമയത്ത് വന്നത്. കാരണം കുറേ ആൾക്കാർ ഈ വിഷയത്തിന് അപ്രോച്ച് ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് അന്ന് സംസാരിച്ചില്ലല്ലോ എന്നുള്ളത്. ഇന്നാണല്ലോ സംസാരിക്കുന്നേ എന്നുള്ള ചോദ്യം. ഇന്ന് ഈ പെർട്ടിക്കുലർ വ്യക്തി ഈ കാര്യം സംസാരിച്ചത് കൊണ്ട് ഈ കേസ് മാറാൻ പോകുന്നില്ല. കാരണം ഒരു കേസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ എടുക്കുന്ന എഫോർട്ടാണ് ആ കേസ് തെളിയിപ്പിക്കുക. അന്ന് കൊല്ലങ്ങൾ മുമ്പ് നടന്ന കേസിനെ ഇപ്പോഴാണ് അതിനെന്തെങ്കിലുമൊക്കെ ഒരു സാധനം ആക്കിയത്. ഇനി 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ പൾസർ സുനി അല്ല തെറ്റ് ചെയ്തേ എന്ന് വരെ നമ്മുടെ നിയമ സംവിധാനം പറയും. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു എന്ന് കരുതി ഈ കേസിനൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? അത് വ്യക്തിഗതമായിട്ടുള്ളൊരു താല്പര്യമാണ്. അന്ന് ഇത്രയും വിപ്ലവം, കാരണം പ്രാക്ടിക്കലി ഓർ തെളിവിൻ്റെ അടിസ്ഥാനമല്ലെങ്കിലും ഇന്ന് എല്ലാ നിയമ സംവിധാനം വഴി എല്ലാ വ്യക്തികൾക്കും അറിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നാണ്. അപ്പം അത് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഓപ്പണപ്പായി പറയാൻ പറ്റണം എന്നില്ല. പല കേസുകളിലും പല വ്യക്തികളും എത്രയോ കാലങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ട് തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണെങ്കിൽ ഈ കേസിൻ്റെ ഒരു ഇനീഷ്യൽ ടൈമിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അധിക കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആളും വന്നിട്ട് ആളുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലേറ്റായി എന്ന് കരുതി ഈ വ്യക്തി പറയുന്നതിൽ കംപ്ലീറ്റ് നുണയുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എന്ന് കരുതി ഈ വ്യക്തി പറയുന്നത് കംപ്ലീറ്റ് സത്യമാണെന്നും പറയുന്നില്ല. പക്ഷേ വേണമെന്ന് വിചാരിച്ചാൽ ഇതിന് സത്യാവസ്ഥ തെളിയിക്കാൻ പറ്റും. ബാലചന്ദ്രൻ്റെ ഫാമിലി ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട്. അവർക്ക് വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ പറ്റും. ആൻഡ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ട്രീറ്റ്മെൻറ്റ് അപ്ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും. കിഡ്നിയിൽ സ്റ്റോണുമായ വ്യക്തി കിഡ്നി ഫെയിലിയറായി 2 കിഡ്നിയും തീരുമാനമാവുന്ന അവസ്ഥയിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളത് കാണിക്കാൻ പറ്റും. അത് ആ ഹോസ്പിറ്റലിലെ അനാസ്ഥയാണെങ്കിൽ ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ ടീമിന് അഗെയിൻസ്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ കണ്ണി ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറമേലോട്ട് വരൂ. ഇവിടെ വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു. ഇത്രയും ലേറ്റ് ആയിക്കൊണ്ട് ഈ വിഷയത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവർ ചോദിച്ച രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. അളവ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല 5ാം ദിവസത്തിലെത്തിയപ്പോഴത്തേക്കും അത് ക്രമാതീതമായി വർദ്ധിച്ച് 11.8 എന്ന് പറയുന്ന ഭയാനകമായ നിരക്കിലേക്ക് ക്രിയാറ്റിൻ വളരെ ഉയരുകയാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ ബാലചന്ദ്രകുമാറിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് ഡയാലിസിസിലേക്ക് കിടക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഡയാലിസിസിലേക്ക് കിടക്കേണ്ടി വരും. 4 or 5 ഡയാലിസിസുകൾക്ക് ശേഷം അദ്ദേഹം ഭേദമാകും. ഡയാലിസിസിന് ശേഷം തിരിച്ച് വീട്ടിൽ ബാലചന്ദ്രകുമാർ പോയി 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് മൂത്രത്തിൽ രക്തം കണ്ടു തുടങ്ങുകയാണ്. അന്ന് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മൂത്രത്തിൽ രക്തം കണ്ട അന്ന് തന്നെ അദ്ദേഹം ഇതേ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി. എന്തുകൊണ്ടാണ് രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അങ്ങനെ കാത്തറ്റർ ഇട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ മൂത്രത്തിൽ കാണപ്പെട്ട രക്തത്തിന്റെ അളവ് ഭയങ്കരമായി കൂടി. ഒരവസ്ഥയിൽ കട്ട രക്തത്തിന്റെ നിറമായി മാറി അദ്ദേഹത്തിന്റെ മൂത്രം. വീണ്ടും ഇതേ ആശുപത്രിയിലെത്തി വീണ്ടും ഒരുപാട് പരിശോധനകൾ നടത്തി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിൽ രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. തന്റെ ചികിത്സാ റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തുള്ള മറ്റു പല ഡോക്ടർമാരുമായി പങ്കുവച്ച ബാലചന്ദ്രകുമാറിന് കിട്ടിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റോണുള്ള കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അദ്ദേഹം ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്നും ഇതും ഈ സ്റ്റെന്റും കൂടിയുള്ള കോമ്പിനേഷനിൽ ഒരു പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് സംഭവിക്കാം എന്നൊരു ഉപദേശം, ഒരു നിരീക്ഷണം വെളിയിലുള്ള ചില ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാലചന്ദ്രകുമാർ ഇത് SUTയിലുള്ള ഡോക്ടർ ശിവരാമകൃഷ്ണനുമായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയാണ് ചെയ്തത്. സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അതിന്റെ ആവശ്യമില്ലെന്നാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞത്.
ഒടുവിൽ ബാലചന്ദ്രകുമാർ കുറച്ചധികം നിർബന്ധിച്ച് തന്നെ ആ സ്റ്റെന്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയകളിലേക്ക് കടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി, ഫുള്ളി ഫങ്ഷണൽ ആയിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി നേരത്തെ ഈ ഡോക്ടർ ആ കിഡ്നിയിലും ഒരു സ്റ്റെന്റ് കൂടി ഇട്ടിരുന്നു. അതായത് ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നികളിൽ സ്റ്റെന്റ് ഉണ്ട്. അപ്പം ഇവിടെ ബേസിക്കലി പറയുന്നത് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തായിരുന്നു, ആ കണ്ടീഷനിൽ നിന്ന് ഏത് കണ്ടീഷനിലോട്ട് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ഹെൽത്ത് എത്തി എന്നും ആൻഡ് അതുമൂലം ആ വ്യക്തി മരണത്തിലെത്തിപ്പെടാൻ കാരണമായി എന്നുള്ളതുമാണ് പറയുന്നത്. ഒരു കിഡ്നി സ്റ്റോണുമായി വന്ന് കിഡ്നി ഫെയിലിയറിലോട്ട് എത്തി 2 കിഡ്നി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ. അതോടെ പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ നമ്മളുടെ നടൻ ദിലീപിൻ്റെ സുഹൃത്താണെന്നും ദിലീപ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഡോക്ടർ ദിലീപിൻ്റെ ഫ്രണ്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സെക്കൻഡ് തിങ്, ദിലീപ് പറഞ്ഞതുകൊണ്ടാണോ ഇവിടെ നടന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. തേർഡ് തിങ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നോ എന്നുള്ള കാര്യം എനിക്കും അറിയില്ല. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർ അറിയാം, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഞാൻ പറയാലോ, ഡയറക്റ്റ്ലി ഞാൻ ദിലീപിന് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ നടിയുടെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് എനിക്ക് തോന്നുന്നു മേ ബി ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ എന്ന് എനിക്കറിയാം. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദിലീപ് അറിയേണ്ട, നിന്നെ കൊട്ടേഷൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര ടീസ് ചെയ്യുന്നതും എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പെർട്ടിക്കുലർ കാര്യം ഈ പെർട്ടിക്കുലർ വ്യക്തി വിത്ത് പ്രൂഫ് ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടാണ് കാണിക്കുന്നതെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. ഇത് മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തെ സംസാരിക്കുകയാണെങ്കിലും എനിക്ക് വിഷയത്തിൽ സംസാരിക്കാൻ പറ്റും. മെഡിക്കൽ പ്രൂഫ് കാണിക്കാണ്ട് ഈ പെർട്ടിക്കുലർ വ്യക്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ബേസിസിലാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിന് കാരണം ആ പർട്ടിക്കുലർ ഡോക്ടർ തന്നെയാണ്. ആ ഡോക്ടറുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ. അപ്പം ആ ഡോക്ടറിനും ഹോസ്പിറ്റലിനും കിട്ടേണ്ട ശിക്ഷ കിട്ടുക. അതിനുശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് പോയാൽ മതി. കാരണം കോടതി പറയുന്നത് പോലെ എല്ലാത്തിനും തെളിവെന്ന രീതിയിൽ ചില കാര്യങ്ങൾക്ക് തെളിവുണ്ടാവില്ല. അപ്പോൾ തെളിവ് ഒരിക്കലും തരാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി പറയുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വ്യക്തിനോട് തെളിവ് ചോദിക്കില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ തെളിവ് തരാൻ പറ്റും. ഇനി പ്രൂഫോ കാര്യങ്ങളോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ ചോദിച്ച ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. ഇനി ഹോസ്പിറ്റലിൽ ചോദിച്ച ഡീറ്റെയിൽസോ കാര്യങ്ങളോ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. ഹോസ്പിറ്റലിൽ ചോദിച്ചു, എനിക്ക് ഡീറ്റെയിൽസോ പ്രൂഫ്സോ കാര്യങ്ങളോ തരുന്നില്ല. ബാലചന്ദ്രൻ്റെ ഫാമിലിയിലുള്ളൊരു വ്യക്തിക്ക് വരെ ഈ വിഷയത്തെക്കുറിച്ച് ഓപ്പണപ്പായി സംസാരിക്കാൻ പറ്റും. എന്നാലൊക്കെ ഈ ഒരു കാര്യത്തിൻ്റെ ക്രെഡിബിലിറ്റീനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ഇങ്ങനെയൊന്നും കേൾക്കാതിരിക്കുന്ന പക്ഷം നമുക്ക് എന്ത് ഷ്യൂറിറ്റിയിലാണ് സംസാരിക്കാൻ പറ്റുക? ഞാൻ പൊതുവെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് അതിലൊരു സത്യാവസ്ഥ തോന്നണം. ഈ കഥയിൽ സത്യമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഈ കാര്യത്തിൽ സത്യമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു പ്രൂഫ് മാറ്റർ ചെയ്യണം ഞാൻ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിത് ആക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ഞാനിത് പറയുന്നതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പെർട്ടിക്കുലർ വ്യക്തി എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇതിന് പ്രൂഫ് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രൂഫായിട്ട് കാര്യങ്ങൾ. കാരണം അങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ വലിയൊരു കലാകാരനാണ് എന്ന് നമ്മൾ ശരിക്കും അറിയേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ആ രണ്ടാമത്തെ കിഡ്നിയിൽ ഫുള്ളി ഫങ്ഷണലായ ആ കിഡ്നിയിൽ സ്റ്റെന്റ് ഇടുന്ന കാര്യം ബാലചന്ദ്രകുമാർ അറിഞ്ഞിരുന്നില്ല. ഈ സ്റ്റെന്റ് റിമൂവൽ തന്നെ വളരെയധികം വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് ബാലചന്ദ്രകുമാർ സമ്മാനിച്ചത്. ഏതായാലും സ്റ്റെന്റുകൾ റിമൂവ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹത്തിന്റെ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ നിന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റു ഡോക്ടർമാർ വഴിയും അല്ലാതെയും ഒക്കെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പല സംശയങ്ങളും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം സാധാരണഗതിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു കുഴപ്പവുമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടു എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. എന്തുകൊണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ഡോക്ടർമാരും ബാലചന്ദ്രകുമാറിനെ അറിയിച്ചു. സാധാരണഗതിക്ക് രണ്ടാമത്തെ കിഡ്നിക്ക് ഒരു തകരാറും ഇല്ലെങ്കിൽ, ഞാനത് ആലോചിച്ചത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടായിരുന്നെങ്കിൽ
ഇത്രയും വലിയ പബ്ലിക്കിൻ്റെയും മാസിൻ്റെയും മുമ്പിൽ വന്ന് സംസാരിച്ച ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് അന്നിത് റിയാക്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷം എന്തുകൊണ്ട് കുടുംബം ഇത് പറഞ്ഞില്ല? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്, വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിന് നമുക്കൊരിക്കലും ഒരു യൂട്യൂബേഴ്സിനെയും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ആൻഡ് ഇപ്പോഴാണെങ്കിലും ഓക്കെ ഫൈൻ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നിങ്ങൾക്ക് പറയാൻ തോന്നിയ റൈറ്റ് ടൈം ആണെങ്കിൽ ജസ്റ്റ് ഫാമിലി വരട്ടെ, സംസാരിക്കട്ടെ, അവരുടെ ഓഡിയോ വരട്ടെ, അവരുടെ പ്രൂഫ്സ് വരട്ടെ, അവരുടെ റെക്കോർഡ്സ് വരട്ടെ. ഒരു വ്യക്തിയുടെ ഞാനത് ആലോചിക്കുന്നത്, ഞാൻ പറയട്ടെ, ചില സിറ്റുവേഷനിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മളിപ്പോൾ പോകുന്നതിനനുസരിച്ച് നമ്മൾ എത്രയൊക്കെ ഒരാളെ ചെയ്തിട്ടുണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കർമ്മ ഹിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പണ്ട് ഭയങ്കര ജനപ്രിയൻ പറയാൻ പറ്റില്ല, കോമഡി, അഭിനയം, റൊമാൻസ് എല്ലാത്തിലും ഒരുപോലെ നിന്നാണ്. ഹീറോയിസത്തിന് ഹീറോയിസം, കോമഡിക്ക് കോമഡി, റൊമാൻസ്, ജനപ്രിയ നടൻ അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് ഇറങ്ങി നിൽക്കുന്ന നടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. പിന്നെ ആ വ്യക്തിയുടെ ഒരു ഡൗൺഫാൾ വരുന്നത് ഈ ഒരു കേസ് വന്ന സമയത്താണ്. അത് കഴിഞ്ഞിപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ വർഷമായിട്ട് ഈ കേസിൻ്റെ ഒരു സത്യത്തെ, ഒരു മിനിറ്റ് എന്തൊരു സൗണ്ട്, സത്യത്തെ തിരിച്ചറിയുകയും എന്നാണ് പറയുന്നത്. ഈ വ്യക്തി പുറത്തിറങ്ങുകയും ചെയ്തു. ഇറങ്ങിക്കഴിഞ്ഞ് എന്തോ ബൊമ്മയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമ, ബബവും ഐ ഡോണ്ട് റിമെമ്പർ ഗൈസ്, സോറി, ഐ എം റിയലി സോറി, അങ്ങനെ എന്തൊരു പടം റിലീസ് ചെയ്യുകയും ചെയ്തു. എന്നാലും പഴയൊരു പുഷ് അല്ലെങ്കിൽ പഴയൊരു ലവ്, പഴയൊരു കംബാക്ക് ഒരിക്കലും ഈ പെർട്ടിക്കുലർ വ്യക്തിയിൽ സാധിക്കുന്നില്ല. ആൻഡ് എത്രയൊക്കെ ആണെങ്കിലും ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വൈ ദിസ് ഹാപ്പൻ? മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് കർമ്മ എന്ന് തോന്നുന്നുണ്ടോ? കർമ്മയെ കൊണ്ടാണെന്നോ, അല്ലെങ്കിൽ ചിലപ്പം പല കോടതികളെയും ഞാനെന്നും പറയുന്നത് പോലെ പല നിയമ സംവിധാനത്തെയും നമുക്ക് അഭിനയിച്ചുകൊണ്ടും തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടും ഇല്ലാണ്ടാക്കിക്കൊണ്ടും കബളിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിലും വലിയ ചില കോടതികൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുമ്പിൽ നമുക്കൊരു അതിൻ്റെ മുമ്പിൽ ഒരു മാറ്റമില്ലാത്തത്, അതിൻ്റെ മുമ്പിൽ നീതി കിട്ടാത്തത് കൊണ്ടാണോ ഈ ഒരു ഡൗൺഫാൾ എന്നുള്ളത് ഐ ലിറ്ററലി തിങ്ക്. കിഡ്നിയിൽ ഇത്തരം പ്രക്രിയകൾക്കിടയിൽ തൊടുകയെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും പല ഡോക്ടർമാർ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു. തനിക്കുണ്ടായ ഈ സംശയങ്ങൾ ബാലചന്ദ്രകുമാർ SUT ഹോസ്പിറ്റലിലെ മറ്റ് പല നഴ്സുമാരോടും ഡോക്ടർമാരോടും പങ്കിട്ടു. ഒരിക്കൽ ഈ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണുന്ന ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നഴ്സിനെ ബാലചന്ദ്രകുമാർ നേരിട്ട് അറിയിക്കുകയും താൻ എത്തും, പിറ്റേ ദിവസം ഒരു സമയത്ത് താൻ എത്തും ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ എന്ന് ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റിനെ അറിയിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ബാലചന്ദ്രകുമാർ അറിയുന്നത് താൻ എത്തുന്നതിന് കുറച്ചു മുമ്പ് വരെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. പിന്നീട് പലവട്ടം ബാലചന്ദ്രകുമാർ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. പക്ഷെ അതിന് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. പല രീതിയിലും ഡോക്ടർ ശിവരാമകൃഷ്ണൻ തെന്നി നീങ്ങി. ഈ കാര്യങ്ങൾ നടക്കുന്നത് മൂന്നാഴ്ചക്കകം ബാലചന്ദ്രകുമാർ അറിയുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഒരു ലോങ് ലീവ് എടുത്ത് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഡോക്ടർ ശിവരാമകൃഷ്ണൻ മടങ്ങിയെത്തിയതിനു ശേഷം ഒരിക്കൽ ബാലചന്ദ്രകുമാറും ഡോക്ടർ ശിവരാമകൃഷ്ണനും നേർക്കുനേർ കണ്ടിരുന്നു. ആ കാണുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പടിയിറങ്ങി വരികയും ബാലചന്ദ്രകുമാർ പടിക്കെട്ടിന്റെ ഏറ്റവും താഴെയുമാണ് നിൽക്കുന്നത്. ബാലചന്ദ്രകുമാറിനെ കണ്ട ഡോക്ടർ ശിവരാമകൃഷ്ണൻ കഴുത്ത് വെട്ടിച്ച് ഇറങ്ങി വന്ന പടികൾ മുഴുവൻ തിരിച്ചു കയറി മുകളിലോട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. പലവട്ടം ഈ ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ച് ബാലചന്ദ്രകുമാർ തന്നെ നേരിട്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു കേസ് പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പെർട്ടിക്കുലർ വ്യക്തിനെ കാണാൻ പോയി, പുള്ളി മിസ്സിങ് ആയി, പുള്ളി അതിന് ശേഷം പുറത്തോട്ട് പോയി, അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പുള്ളിനെ കണ്ടപ്പോൾ സ്കിപ്പായി, ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ പരാതി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തോട്ട് എടുക്കും, അതിൻ്റെ ഡിഗപ്പ് ചെയ്യൂ. കുറച്ച് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ കാണിക്കണമെങ്കിൽ നമ്മളിതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ ഒരു രീതിയിൽ കേസ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും രാമകൃഷ്ണൻ ആൾ കൊള്ളാലോ, ഒരു പ്രശ്നമില്ലാത്ത ഒരാളുടെ കിഡ്നി കയറി കളിക്കുകയാണോ ചെയ്യേണ്ടത്? ഇയാളും എൻ്റെ ഇങ്ങനത്തെ ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കുന്നൊരു വ്യക്തിയാണ്.
ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡുള്ള ഒരാളെയൊക്കെ ഡോക്ടറാക്കിയിട്ട് എന്ത് കാര്യമാണ്? ഇനി അഥവാ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യാൻ എത്ര കിട്ടി? ആ കിട്ടിയ പൈസയും കൊണ്ടാണോ ഭാര്യനും മക്കളെയൊക്കെ നോക്കിയേ എന്നുള്ളതൊക്കെ ഇവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലാണ്ട് എന്തുവാടോ ഇതിനെയൊക്കെ കുറിച്ച് പറയാനുള്ളത്? ഇല്ലാത്ത കിഡ്നീനെയൊക്കെ പിടിച്ച്, ഒന്നാമതൊരു കിഡ്നി പോയാൽ തന്നെയുള്ളൊരു മനുഷ്യൻ്റെ അവസ്ഥ അറിയാം. അതിൻ്റെ ഇടയിലാണ് ഇല്ലാത്ത കിഡ്നി പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. അനീതി നടന്നു എന്ന് ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിനെതിരെ പരാതിപ്പെടാൻ പോയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന കുമാറിന്റെ ഈ വിവാദമായ ഈ ഒരു കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ട് ആഴ്ചകൾക്കകം ബാലചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവിനോട് തന്നെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിൽക്കുന്നത്? ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം ബാലചന്ദ്രകുമാറിന് കിട്ടിയതല്ലേ? ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. അടുത്തത്, എനിക്കറിയാൻ സാധിക്കുന്നത് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നാണ്. കുറ്റകരമെന്നും മനഃപൂർവ്വമെന്നും തന്നെ നമുക്ക് സംശയിക്കാവുന്ന മറ്റൊരു വലിയ ഇടപെടൽ നടന്നിട്ടുള്ളത് അതേ ആശുപത്രിയിലെ തന്നെ കാർഡിയോളജിസ്റ്റിൽ നിന്നാണ്. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ രാജലക്ഷ്മി എന്നാണ്. അപ്പോൾ അതിന്റെ സീക്വൻസ് ഒന്ന് ആലോചിക്കാം. ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ എന്ന വളരെ സാമാന്യം വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു ആരോഗ്യാവസ്ഥയുമായി ബാലചന്ദ്രകുമാർ ഹോസ്പിറ്റലിൽ എത്തുന്നു. നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ. എന്തായാലും ഇപ്പം ഏതൊരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ വ്യക്തി എന്തായാലും ഓപ്പണായി വന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. ആ വ്യക്തി ഈ വിഷയത്തിന് ഒരു തെളിവ് കൊടുക്കട്ടെ. കാരണം ആ വ്യക്തി ഇത് പറയാത്തിടത്തോളം കാലം ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഒരിക്കലും ഒരു എവിഡൻസ് ആയിട്ട് ഒരു കേസിലും എടുക്കാൻ പോകുന്നില്ല. ആൻഡ് ഇത് എവിഡൻസ് ആയി എടുക്കാത്തിടത്തോളം കാലം ഈ കേസിന് വേണ്ട നീതി കിട്ടുന്നുമില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, കാരണം അറിയാം ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഇൻഡയറക്റ്റ് തെളിവിലോട്ട് കോടതി ഒരിക്കലും നോക്കുന്നു പോലുമില്ല. ഡയറക്റ്റ് തെളിവ് മുമ്പിൽ കൊടുത്തിട്ട് വരെ ഫൂന്ന് പറഞ്ഞിട്ട് ഊതി അപ്പുറത്ത് കൂടെ പറത്തിച്ചുകൊണ്ട് വിടുകയാണ്. കാരണം ഇത്രയും വലിയ തെറ്റ് ഒരു പെണ്ണിൻ്റെ നേരെ ചെയ്തവന് കൊടുത്തത് 11, ഞാൻ പറയുന്നില്ല ഗുണവാവ ചെയ്ത കാര്യം, അപ്പം അത്രയും ചെറിയൊരു ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡയറക്റ്റ് തേർഡ് പേഴ്സൺ ടോക്ക് തെളിവുകളൊന്നും ഒരിക്കലും കോടതി എവിഡൻസ് ആയിട്ട് എടുക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഡീപ്പർ പോയി ഹോസ്പിറ്റൽസിൽ പോയിട്ടും സംസാരിച്ച വ്യക്തിയുടെ അടുത്തും പുള്ളിയുടെ ഫാമിലീൻ്റെ അടുത്തും പോയി സംസാരിക്കാൻ ശ്രമിക്കുക. അവർ കമ്മൗട്ട് ചെയ്ത് വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അവർ സംസാരിക്കുന്നില്ലെങ്കിൽ ഈ തെളിവും ഈ നടന്ന കാര്യങ്ങളെല്ലാം ഇതിലൂടെ അങ്ങ് പോകും. പക്ഷേ ആരും വിഷമിക്കേണ്ട, ആരും സങ്കടപ്പെടേണ്ട. ഇതിലും വലിയൊരു കോടതി ഏറ്റവും മുകളിലുണ്ട്. ആ കോടതിയുടെ മുമ്പിൽ ചെയ്തിട്ടുള്ള കാര്യത്തിന് അനുഭവിക്കേണ്ട രീതിയിൽ അനുഭവിച്ചിട്ട് മാത്രമേ എല്ലാവരും ഇവിടുന്ന് പോകും. അതിന് ഞാനാണെങ്കിലും, ഇനി നടിയാണെങ്കിലും, ഇനി നടനാണെങ്കിലും, ഇനി ബാക്കി ആരാണെങ്കിലും. ഓക്കെ, ഒന്നുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. ഞാൻ പോട്ടെ, നല്ല തലവേദന, മൈഗ്രെയിൻ, ക്ഷീണം ഒക്കെ ഉണ്ട്. സോ റെസ്റ്റ് എടുക്കണം. കാണാം.